വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. യൂണിറ്റ് 3 ആമീസ് ബർത്ത്ഡേ. മൂന്നാമത്തെ പാഠം ആമിയുടെ ജന്മദിനം. ഓഗസ്റ്റ് 10. Today is Ami's birthday. Friends are making arrangements. ചിത്രത്തിൽ നോക്കൂ, ഏതാണ് ആമി? വീൽ ചെയറിലിരിക്കുന്നതാണ് ആമി. ആമിയുടെ പിറന്നാളാണ്. എപ്പോഴാണ് ആമിയുടെ പിറന്നാള്? ഓഗസ്റ്റ് 10. ആമിയുടെ ബർത്ത്ഡേ ആയിട്ട് ആമിയുടെ ഫ്രണ്ട്സ് എല്ലാം ക്ലാസ് റൂം അലങ്കരിക്കുകയാണ്. ലെറ്റ്സ് ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂം അലങ്കരിക്കാം. ആമിയുടെ ഫ്രണ്ട്സ് ഒക്കെ ക്ലാസ് റൂം അലങ്കരിക്കുകയാണല്ലേ. ആമിയുടെ ഫ്രണ്ടായ മിഴിയും വന്നു. There were 9 children in the classroom. Together with Ami, now there are 10. ക്ലാസ്സിൽ ആമിയും കൂടെ 9 children ഉണ്ടായിരുന്നു. മിഴിയും കൂടി വന്നപ്പോ എത്ര പേരായി? 9 and 1 make 10. 9ഉം 1ഉം ചേർന്നാൽ 10. ഇപ്പോ 10 children ആയി. I will also help to tie up the balloons. ഞാൻ ബലൂൺ കെട്ടാൻ സഹായിക്കാം, അഹാൻ പറഞ്ഞു. അഹാൻ joined them. അഹാനും അവരുടെ കൂടെ ചേർന്നു. How many now? ഇപ്പോൾ എത്ര പേരായി? നേരത്തെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 10 children ആണല്ലേ. അപ്പോ 10 and 1 make 11. 10 and 1 make 11. Birthday cards. Some of the friends came with greeting cards. കുറച്ചു കുട്ടികളെ ഗ്രീറ്റിംഗ് കാർഡ്സുമായി വന്നു. How many are in the lane? എത്ര കുട്ടികളാണ് ഗ്രീറ്റിംഗ് കാർഡുമായി വന്നത്? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. What is the position of മിഴി from the front? മുന്നിൽ നിന്നും എത്രാമത്തെ സ്ഥാനത്താണ് മിഴിയുള്ളത്? ഇതിൽ മിഴി ഏതാണ്? ഹെയർ ബാൻഡ് വെച്ചതാണ് മിഴി. അപ്പോ മിഴി എത്രാമത്തെ സ്ഥാനത്താണുള്ളത്? 1 2 3 4. ഫോർത്ത് ആണല്ലേ. Find അഹാൻ standing fourth from the back and draw a circle. അഹാൻ എവിടെയാണുള്ളത്? പിറകിൽ നിന്നും നാലാമത്തേതാണ് അഹാൻ. അപ്പോൾ അഹാനെ സർക്കിൾ ചെയ്യൂ. ഏതാണ് അഹാൻ? പിറകിൽ നിന്നും എണ്ണി നോക്കാം. 1 2 3 4. ഇതാണ് അഹാൻ. നേഹ is the sixth from the front and also from the back. നേഹ എവിടെയാണുള്ളത്? മുന്നിൽ നിന്നും 6th place ആണ്, ബാക്കിൽ നിന്നും 6th place ആണ്. അപ്പോ അവൾ എവിടെയാണുള്ളത്? അവൾ മിഡിലാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നേഹ? ഡ്രോ എ ബലൂൺ ഇൻ നേഹാസ് ഹാൻഡ്. നേഹയെ കണ്ടുപിടിച്ചിട്ട് അവളുടെ കയ്യിൽ ഒരു ബലൂൺ വരയ്ക്കുക. നേഹ ഏതാണെന്ന് കണ്ടുപിടിക്കാം. മുന്നിൽ നിന്നും ആറാമത്തേതാണ്, പിറകിൽ നിന്നും ആറാമത്തേതാണ്. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6. അപ്പോ നമുക്ക് നേഹയുടെ കയ്യിൽ ബലൂൺ വരയ്ക്കാം. ലെറ്റ്സ് ഡെക്കറേറ്റ്. ആമി ആൻഡ് ഫ്രണ്ട്സ് ആർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. ആമിയും ഫ്രണ്ട്സും ക്ലാസ് റൂം അലങ്കരിക്കുകയാണ്. മിഴി, we can cut like this to make festoons. മിഴിയോട് ആമി എന്താണ് പറയുന്നത്? ഫെസ്റ്റൂൺ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഹൗ? ലെറ്റ് മീ സീ. അപ്പൊ മിഴി എന്താണ് പറയുന്നത്? എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്? എനിക്ക് കൂടെ ഒന്ന് കാണിച്ചു തരൂ. ഹൗ many on the table? ടേബിളിൽ എത്ര ഫെസ്റ്റൂൺസ് ആണുള്ളത്? ആമിയും മിഴിയും കൂടി ഉണ്ടാക്കിയ ഫെസ്റ്റൂൺസ് ആണ് ടേബിളിൽ ഉള്ളത്. അവർ എത്ര ഫെസ്റ്റൂൺസ് ആണ് ഉണ്ടാക്കിയത്? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10.
10 festoons ആണ് അവർ ഉണ്ടാക്കിയത്. ആഫ്റ്റർ കട്ടിംഗ് ഔട്ട് 2 more, അതിന്റെ കൂടെ അവര് 2 festoons കൂടി ഉണ്ടാക്കി. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 10 and 2 make 12. 10ഉം 2ഉം ചേർന്നാൽ 12. ഇപ്പോൾ 12 festoons ആയി. ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്. ഇനി അവര് ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ വേണ്ടി കാർഡുകൾ ഉണ്ടാക്കി. അവരുണ്ടാക്കിയ കാർഡുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ എഴുതുക? ഹാപ്പി ബർത്ത്ഡേ. പക്ഷേ ഇവിടെ കാർഡുകൾ ശരിയായി വെച്ചിട്ടില്ല അല്ലേ? അപ്പോ ശരിയായി എഴുതണമെങ്കിൽ ഓരോ കാർഡിന്റെയും നമ്പർ അനുസരിച്ച് ഓർഡറിൽ വെക്കണം. 1ലുള്ളത് ഏത് കാർഡാണ്? H, 2ല് A, 3ല് P, 4ല് P, 5ല് Y, 6ല് B, 7ല് I, 8ല് R, 9ല് T, 10ല് H. ഇങ്ങനെ ഓർഡറിൽ പേസ്റ്റ് ചെയ്യാം. ഇനി 3 കാർഡ് കൂടി പേസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് കാർഡ്? 11ല് ഏതാണ് ലെറ്റർ ഉള്ളത്? D, 12ല് A, 13ല് Y, DAY, Day. 10 കാർഡ്സ് അവര് പേസ്റ്റ് ചെയ്തു. നമ്പർ ഓഫ് കാർഡ്സ് പേസ്റ്റഡ് 10. റിമൈനിങ് കാർഡ്സ് ടു പേസ്റ്റ്. ഇനി പേസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് 3 കാർഡ്സ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കാർഡ്സ് ആയി? 10 and 3 make 13. 13 cards. Write the numbers from 1 to 13 in order. 1 to 13 വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. Let's light candles. ഇനി കാൻഡിൽസ് കത്തിക്കാം. നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. പാക്കറ്റിൽ എത്ര കാൻഡിൽസ് ആണുള്ളത്? 10. ഔട്ട്സൈഡ് 1, 2, 3, 4. ഔട്ട്സൈഡ് ഉള്ളത് 4 കാൻഡിൽസ്. അപ്പൊ ടോട്ടൽ എത്ര കാൻഡിൽസ് ആയി? 10 and 4 make 14. ബർത്ത്ഡേ കേക്ക്. ആമി കേക്ക് മുറിക്കുകയാണല്ലേ? എത്ര പീസ് മുറിച്ചു വെച്ചു? പിക്ചറിൽ നോക്കൂ. 10 പീസ് മുറിച്ചു. How many more pieces must be cut to give everyone a piece? ഓരോരുത്തർക്കും ഓരോ പീസ് കിട്ടണമെങ്കിൽ എത്ര പീസ് വേണം? എത്ര പേരാണ് ആമിയുടെ ചുറ്റുമുള്ളത്? 15. ഇനി എത്ര പീസ് കേക്കാണ് വേണ്ടത്? 10 പീസ് അവിടെ ഉണ്ട്. ഇനി 5 പീസ് കൂടി വേണം. അപ്പോ 10 and 5 make 15. Dance. They wear flower-shaped mask and got ready for the dance. ഫ്ലവറിന്റെ ഷേപ്പിലുള്ള മാസ്ക് ഇട്ടിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. How many flowers? ഇവിടെ എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഫ്ലവേഴ്സ് ആണുള്ളത്. Are there enough mask for all? എല്ലാവർക്കുമുള്ള ഫ്ലവേഴ്സ് മാസ്ക് ഇവിടെയുണ്ടോ? എത്ര കുട്ടികളാണ് ഡാൻസ് കളിക്കാനുള്ളത്? 16 ചിൽഡ്രൻസ് ഉണ്ടല്ലേ? അപ്പോൾ അവർക്കത് തികയൂല. How many more needed? ഇനി എത്ര കൂടി വേണം? ഇനി 6 കൂടി വേണം. Then 10 and 6 make 16. 10 and 6 make 16. Gifts to friends. I will give you all paper flowers I have made. ആമി എന്താണ് പറയുന്നത്? ഞാൻ ഉണ്ടാക്കിയ പേപ്പർ ഫ്ലവേഴ്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ആമിയുടെ പിറന്നാളായിട്ട് ആമി ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. എന്താണ് ഗിഫ്റ്റ് കൊടുത്തത്? പേപ്പർ ഫ്ലവേഴ്സ്.
ഇവിടെ എത്ര പേപ്പർ ഫ്ലവേഴ്സ് ആണുള്ളത്? 10 and 7. 10 and 7 make 17. 10 and 8 make 18. 10 and 9 make 19. Ice cream. Ami's mother brought the ice cream. ആമിയുടെ അമ്മ ഐസ്ക്രീം കൊണ്ടുവന്നു. How many cups in the first box? ആദ്യത്തെ ബോക്സിൽ എത്ര ഐസ്ക്രീം ആണുള്ളത്? 10. How many in the second box? രണ്ടാമത്തെ ബോക്സിൽ എത്ര ഐസ്ക്രീം ആണുള്ളത്? 10. How many cups in total? ഇപ്പോൾ ടോട്ടൽ എത്രയായി? 10 and 10 make 20.